അക്ക അതിട്ട് മുഖം കൂടി വരയ്ക്കും ചുവന്ന് തൊടുക്കും. അത് വെച്ച് ചന്ത എഴുതാൻ പറയാത്ത നന്നായി. എന്ത് വൃത്തിയുള്ളടാ ഞാൻ പറയണത്. ഇമാതിരി വീഡിയോസും കമന്റ് വായിച്ചിട്ടായിരിക്കും ഇപ്പൊ നാവെടുത്ത നാക്കിൽ വൃത്തിയുടെ വരുള്ളൂ. യൂട്യൂബ് തുടങ്ങിയതിനു ശേഷം നല്ലവനായ എന്നെ ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. ഒരു ലൈക്ക് കിട്ടാൻ വേണ്ടി എന്തൊക്കെ കോപ്രായമാണ് കാണിക്കുന്നത്. എടാ അവര് പല്ലി കമ്പിയിട്ട് തേച്ചെന്നല്ലേ ഉള്ളു. ഇവിടെ ആൾക്കാർ തുണിയില്ലാതെ നാടുന്നുണ്ട്. എടാ ഇടേണ്ട രീതിയിൽ ഇട്ടാൽ ലൈക്ക് മാത്രമല്ല നമുക്ക് പൈസ സമ്പാദിക്കാം. ആഹാരത്തിന് ബഹുമാനിക്കാൻ പഠിച്ചോനെ. ആ തുടക്കം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു വേറെ എന്തോ കാര്യമായിട്ട് ഉണ്ടാക്കുകയാണ്. ഇവിടെ ഒരു ആഹാരം ഉണ്ടാക്കുമ്പോൾ മനുഷ്യന് തിന്നാൻ കാണുമ്പോ തിന്നാൻ തോന്നണം. ഇനി അത് സ്വർണ്ണം കലക്കിയ ഫുഡാണെന്ന് പറഞ്ഞാൽ അതിൽ നോക്കിയിട്ട് എങ്ങനെയാ തിന്നാൻ പറ്റണത്? ഇത് ഉണ്ടാക്കിയവൻ തന്നെ അത് തിന്നാൻ ഡൗട്ടാണ്. പാല് കറക്കാൻ പറ്റിയ ഒരു മുട്ടനാട് കണ്ടിട്ടുണ്ടാരല്ലോ. ഇല്ലെങ്കിൽ വാ നമ്മുടെ വീഡിയോ കണ്ടു നോക്ക്. കേറി വാ മോനെ, ഒരു രക്ഷയില്ല. നമ്മളിപ്പോ നിൽക്കുന്നത് പെരുങ്കുഴിയിലെ അമ്പുച്ചേട്ടന്റെ വീട്ടിലെ ഒരു അത്ഭുത ആടിനെ കാണാനാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ഇതിനകത്ത് വളരെ വ്യത്യസ്തമായ ഒരു ആടാണ് ഈ നിൽക്കുന്ന ചേട്ടന്റെയാണ് ആട്. നമുക്ക് എന്തായാലും ആ ആടിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ കാണാം. ഈ ബീറ്റിൽ ഇനത്തിൽപ്പെട്ട ഈ ആടെന്ന് വെച്ചാൽ വെറുപാടല്ല, മുട്ടനാടിന് ദിവസം ഏകദേശം 4 ഗ്ലാസോളം പാലുണ്ട്. അതാണ് ഇവന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇവനൊരു മുട്ടനാണ്. മുട്ടനാടിന് 4 ലിറ്റർ പാലാ? ശരിയാണ്ട്രാ, നോക്കിയാണ്. മുട്ടനാടിനാണ് ദിവസം 4 ഗ്ലാസോളം പാല് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ വളരെ റയറായിട്ടുള്ളൊരു സംഭവമാണ്. അതുകൊണ്ടാണ് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതും. അപ്പൊ എന്തായാലും അമ്പുച്ചേട്ടൻ ആ പാല് ഒന്ന് കറന്നൊന്ന് കാണിച്ചോളൂ. നമുക്ക് എന്തായാലും അമ്പുച്ചേട്ടൻ പാല് കറന്ന് കാണിച്ചു തരും. എടാ പാലടാ. എടാ മുട്ടനാടിന് അകിടടാ. അത് പാലല്ലടാ. പിന്നെന്തോന്നറ കറക്കുമ്പോൾ നോക്കി കറക്കണം. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ പാലിന്റെ കൊഴുപ്പ് കൂടും. എന്തോന്നാ ഉദ്ദേശിച്ചത്? ആടുകൾക്കിടയിലെ LGBTQ. ആടൊരു ഭീകര ജീവിയാണ്. എന്നാലും പ്രസവിക്കാതെ എങ്ങനെ പാലുണ്ടാകും? ഇവൻ പെറ്റോ? ശരിയാണ്, പ്രസവിക്കാതെ എങ്ങനെയാ പാല് വരുന്നത്? ഈ മുട്ടനാടിന് അങ്ങനെ പാല് വന്നത്? സംതിങ് ഫിഷി. എടാ മനുഷ്യ, അത് പാലല്ല. ഒന്ന് സ്കാൻ ചെയ്ത് നോക്ക്. കണക്ഷൻ എവിടുന്നാന്ന്. എവിടുന്ന് കിട്ടിയാലും വേണ്ടില്ല, കറക്കണം കുടിക്കണം, അത്ര തന്നെ. നടക്കുന്നു. അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. നിങ്ങളത് കണ്ടായിരുന്നാടാ? ഇളം കാറ്റിൽ എവിടെയോ തേങ്ങാക്കുലകൾ ആടുന്നു. ചുക്കാമണി സൂക്ഷിച്ച് നോക്കണ്ടടാ വീട്ടിന്ന്. ഞാനല്ല. അടുത്തുണ്ട് വാടിക്ക ചമ്പഴുക്ക. By the way, you in the middle, what's your name? My name is Mariko. What's your real name? Joselito. എടാ ആണോണ്ട്രാ. You know what? Boom, boom. Sir David, Yes. aside from Joselito, Mamma Mia, what's your real name? Romeo. I'm Conrado. ഇതിന് LGBTQ ആണോ അതിന്റെ വേഷം കിട്ടിയതാണെന്ന് അറിയാൻ പോയില്ല. ആ 3നെ കണ്ടാ പറയൂടാത് ആണുങ്ങളാന്ന്. എന്തായാലും സംഭവം കലക്കി. ഇവിടെ ഞാൻ എവിടെയോ റീല് കണ്ടതാണ്. ഇതുപോലുള്ള ആൾക്കാരെ ഈ പെൺവേഷം കെട്ടിയിട്ട് നിങ്ങൾ നിൽക്കും. ഈ ചെറ്റ വെക്കാൻ പോണവന്മാര് ചെന്ന് ചാടുന്ന യുവമാരെ വായിലായിരിക്കും. യുവമാര് കൊണ്ട് നൂത്തിട്ട് അവസാനം അവരെ പിടുക്ക് വരെ അർത്ഥം മേടിച്ചിട്ടായിരിക്കും വിടുന്നത്. അപ്പൊ ചെറ്റ വെക്കാൻ പോണവന്മാരൊക്കെ ഒന്ന് സൂക്ഷിച്ചോ. ഇതിൽ എത്രത്തോളം സത്യം ഉണ്ടെന്ന് എനിക്ക് അറിയാൻ പോയാൽ ഞാൻ ഒരു റീൽ എവിടെയോ അങ്ങനെ കണ്ടതാണ്. ഏതൊരു കാര്യം എടുത്താലും നല്ലതും ചീത്തയും കാണുമല്ലോ. കർക്കിടക മാസത്തിലെ പത്തലക്കറികളിൽ ഞങ്ങളുടെ നാട്ടിലൊരു പ്രധാനിയാണ് കേട്ടോ ഈ എരുമത്തോവ എന്ന് പറയുന്നത്. എന്ന് ഞങ്ങളുടെ നാട്ടിൽ പറയാണ്. പൊതുവെ എല്ലാവർക്കും ഇതിനെ ചൊറിയണത്തിന്റെ ഇല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുവിധ ആളുകൾക്കൊക്കെ മനസ്സിലാവും. പല നാട്ടില് പല പേരിലാണല്ലോ ഓരോന്നും അറിയപ്പെടുന്നത്. പേര് പോലെ തന്നെ ഇതൊന്ന് പൊട്ടിച്ചെടുക്കുമ്പോൾ കൈ നന്നായിട്ട് ചൊറിയും. ഒന്നും നോക്കിയില്ല, പൊട്ടിച്ച് നന്നായി കഴുകി ഇനി അതൊന്ന് അരിഞ്ഞെടുക്കണം. ഓരോ ഇലക്കറികൾ വീട്ടിലുണ്ടാക്കുമ്പോഴും എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുക എൻ്റെ അച്ഛമ്മയുടെ മുഖാട്ടോ. പണ്ട് അച്ഛൻ ഉണ്ടാകുന്ന സമയത്ത് അച്ഛൻ പറമ്പിൽ ഒരുപാട് കൃഷി ചെയ്തിരുന്നു. വാടി ചെയ്യുമ്പോൾ ഇഞ്ചി മഞ്ഞൾ അങ്ങനെ കുറേ കൃഷി ചെയ്യും. ഇതൊക്കെ നടുവ് തട്ടിട്ട് പറമ്പിൽ എപ്പോഴും ഓരോന്നിങ്ങനെ മുളച്ചുണ്ടാവും. ഇതിൽ ഏതൊക്കെ ഉപ്പേരി വെക്കാം, ഏതൊക്കെ ഉപ്പേരി വെക്കാൻ പറ്റില്ല, ഇതൊക്കെ അച്ഛമ്മയ്ക്ക് അറിയാം. എപ്പോഴും പറമ്പിൽ പോയി വരുമ്പോൾ അച്ഛമ്മ ഒരു പിടി എന്തെങ്കിലും ഉപ്പേരി വെക്കാൻ പൊട്ടിച്ചിട്ട് വരാം. അച്ഛൻ മരിച്ചതോടുകൂടി ആ പറമ്പ് നശിച്ചു. പ്രായത്തിന്റെ ജടാനരകൾ ബാധിച്ചു. ആൾക്കാർ കഴിക്കോടാ ഇത്? അണ്ണാക്ക് വരെ ചൊറിയില്ലടാ ഇത്. പുല്ല് കൈ തട്ടിയാൽ തന്നെ ചൊറിഞ്ഞ് ഊപ്പാട് വരും. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് കേട്ടോ, ആൾക്കാർ കഴിക്കുന്നൊക്കെ പറയുന്നത്. എടാ ഇതിനെ പറ്റി അറിയാന്നുള്ളവരൊന്ന് കമന്റ് ചെയ്യണേ. ക്രിമി കടിക്ക് നല്ലതായിരിക്കും. ഇളവിയാടാ അവനെ.
ലേ പേപ്പട്ടി സാർ, ഇവൻ നമ്മളെക്കാൾ കുറച്ച് അധികം പടി മുന്നിലാണ് കേട്ടോ. ഡാൻസർ ക്യാൻസർ കളിയാക്കാടാ, ഈ അസുഖങ്ങൾ വെച്ച് കളിയാക്കരുത്. അത് ടു പെയിൻഫുൾ. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് തോന്നിടാ ആറാ വരുന്നല്ലേ? ഇവന്റെ വീഡിയോ ആദ്യം കണ്ടപ്പോൾ എനിക്കും അങ്ങനെയാണ് തോന്നിയത്. ഇവന്റെ വീഡിയോയുടെ കമന്റ് ബോക്സിലും ഇതുപോലത്തുള്ള കളിയാക്കലുകളാണ്. ആ കമന്റുകൾ മൊത്തം വായിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു കമന്റ് എന്റെ കണ്ണിപ്പെട്ടു. ഈ സഹോദരന്റെ വീഡിയോയിൽ നെഗറ്റീവ് കമന്റ് ഇടുന്നവരോട് അവന് സംസാരിക്കാൻ പറ്റില്ല, ചെവി കേൾക്കുന്നതും കുറവാണ്, ബുദ്ധി മുട്ടിക്കാതിരിക്കുക, അവൻ അവന്റെ ഇഷ്ടങ്ങളോടൊപ്പം ജീവിക്കട്ടെ. 2 കൈ 2 കാലും തലയും എല്ലാം ഉടലും ഉണ്ടായിട്ടും നമ്മളെ കൊണ്ട് പറ്റൂല, ഞാൻ മൊണ്ണയാണ് എന്നും പറഞ്ഞിരിക്കുന്ന കുറെ ടീംസ് ഉണ്ട്. വിത്ത് മീ, എന്നോട് കൂടെയാണ്. എന്തെങ്കിലുമൊക്കെ ചെയ്ത് രക്ഷപ്പെടാൻ നോക്കി. അപ്പൊ ഉള്ള കഴിവുകളൊക്കെ പൊടി തട്ടി എടുത്ത് രക്ഷപ്പെടാനുള്ള മാർഗ്ഗങ്ങൾ നോക്കിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആയിരുന്നു. അടുത്ത വീഡിയോയുടെ അടുത്ത പ്രാവശ്യം വരാം. ലൈക്ക് ചെയ്യാത്തവരൊക്കെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.